ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ 28 ദിവസം ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. ആൻഡ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഡേ 0 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ. അതുപോലെ ഇന്നലെ നമ്മൾ ഡേ 1 ആയിരുന്നു. ആൻഡ് ഡേ 1-ൽ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞൊരു വീഡിയോ. സോ ഇതൊരു ഓർഡറിൽ നമുക്ക് 28 ദിവസം പോകാനുള്ളതാണ്. സോ നിങ്ങൾ അതിൽ നിന്ന് കണ്ട് തുടങ്ങുക. ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോ എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇന്നെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മറ്റേ ഡേ 0 വീഡിയോയിൽ ഒരു കല്ലിൻ്റെ ആവശ്യമുണ്ട് നമുക്കിതിലെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ ഈ കല്ല് ഉപയോഗിക്കുന്നത് ഇന്ന് തൊട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ അഥവാ ഇന്നത്തെ ദിവസത്തിൻ്റെ പേര് തന്നെ ദി മാജിക് റോക്ക് എന്നാണ്. അപ്പം ഇതാണ് നമ്മുടെ മാജിക് റോക്ക്. ആൻഡ് അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളിന്ന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഡേ 1-ൽ ചെയ്ത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് എഴുതിയത് നമ്മൾ എല്ലാ ദിവസവും എഴുതണമല്ലോ. സോ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ദിവസം തുടങ്ങിയത് നമ്മൾ ആ 10 സാധനമുള്ള നമ്മുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ്. സോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് ചെയ്യും. നമ്മൾ മാജിക് റോക്കിലേക്ക് പോകുന്നതിന് മുന്നേ അത് നമ്മുടെ രാത്രി ചെയ്യേണ്ട കാര്യമാണിത്. പക്ഷെ നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് 2. ഇതിപ്പോൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് 1 ഇന്നലെ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് പിന്നെയും കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് 2. അപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങി. ആൻഡ് പകൽ അങ്ങനെ കഴിഞ്ഞു. ആൻഡ് രാത്രിയായപ്പോൾ ഇത് രാത്രി നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മാത്രം വേണ്ടി വരുന്നൊരു പരിപാടി. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ട സമയം നമുക്ക് സത്യം പറഞ്ഞതിന് ആവശ്യമില്ല. ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കല്ലെടുക്കണം. ആൻഡ് ഈ കല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന, പിടിക്കാൻ എളുപ്പമുള്ള, എവിടെന്നെങ്കിലും കിട്ടിയൊരു കല്ല്. പറ്റും ഭയങ്കര കൂർത്തതൊന്നും ആവരുത്. നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ ചുരുക്കി പിടിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവരുത്. മനസ്സമാധാനമായിട്ട് പിടിക്കാൻ പറ്റുന്നൊരു കല്ല് എവിടെന്നെങ്കിലും. അപ്പോൾ ഈ കല്ലെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ കയ്യിലിങ്ങനെ ഈ കല്ല് ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ മൊത്തം ദിവസം രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഈ രാത്രി നമ്മൾ ചെയ്യാനിരിക്കും വരെയുള്ള നേരത്ത് നമുക്ക് ഇന്ന് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം നമ്മൾ ചൂസ് ചെയ്യണം. ആൻഡ് നമ്മൾ ആ ഏറ്റവും നല്ല കാര്യം, ടു ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടുഡേ, നമ്മൾ താങ്ക് യു പറയണം. നമ്മൾ ആ സാധനം ആലോചിച്ച് നമ്മൾ ഈ കല്ല് കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് താങ്ക് യു. ഇതാണ് സംഭവം. പിന്നെ ഇതും നമ്മൾ മറ്റേ ചലഞ്ച് പോലെ നമ്മൾ എല്ലാ ദിവസവും ഇനി ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ നമ്മളിത് നമുക്ക് കാണാൻ പാകത്തിന്, അതായത് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഇത് കാണണം. ആ പാകത്തിന് നമ്മളിത് എവിടെയെങ്കിലും വെക്കണം. ഇപ്പോൾ നിങ്ങളുടെ ബെഡിൻ്റെ സൈഡിലാവാം, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് ടേബിളിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആവാം. അങ്ങനെ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇത് മിസ്സാവാണ്ട് നിങ്ങൾ എന്നും കാണും എന്നൊരു പൊസിഷനിൽ നിങ്ങളിത് ഉറപ്പിച്ച് വെക്കുക. ആൻഡ് എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ എടുത്ത് കയ്യിൽ ചുരുട്ടി പിടിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം നടന്ന കാര്യങ്ങൾ ആലോചിച്ച് ഏറ്റവും നല്ല സാധനം ആലോചിച്ച് നമ്മൾ അതിനോട് നന്ദി പറയുക എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് എന്ന് പറയുന്നതിൻ്റെ റീസൺ, നമ്മൾ ഇന്നുണ്ടായ നല്ല കാര്യങ്ങൾ മൊത്തം ആലോചിച്ച് അതിലെ ബെസ്റ്റ് നല്ല കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്നുണ്ടായ ഒത്തിരി നല്ല കാര്യങ്ങൾ തലയിൽ കൂടെ പോവുകയാണ്. സോ നമ്മളിപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ നല്ല കാര്യങ്ങളിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ആലോചിക്കുന്നെങ്കിൽ നമ്മൾ അത്രയും നല്ല നല്ല തോട്ട്സ് നമ്മുടെ തലയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുന്നേ പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ ചൂസ് ചെയ്തു, നമ്മൾ അതിൻ്റെ താങ്ക് യു പറഞ്ഞു. അതൊക്കെ അപ്പോൾ നമ്മൾ ഈ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് വെച്ച് ഡേ തുടങ്ങും, നമ്മൾ ഈ മാജിക്കൽ റോക്ക് വെച്ച് ഡേ അവസാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡിലാണ്. രാവിലെ എണീക്കുന്നു, 10 ബ്ലെസ്സിങ്സിനോട് നമ്മൾ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ദിവസം ചെയ്യുന്നു. ആൻഡ് നമ്മൾ ദിവസത്തിലും നമ്മളിപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മോഡിൽ എത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ റാൻഡമായിട്ട് എന്ത് കണ്ടാലും നന്ദി പറയുക എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പം ഞാൻ റാൻഡമായിട്ട് നടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം കണ്ടാൽ ഞാൻ ഓക്കെ താങ്ക് യു എന്നിട്ട് ഇത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്താൻ നോക്കുന്നുള്ളത് കൊണ്ട്, ഇപ്പോൾ വന്നില്ലെങ്കിൽ പോലും ഇത് തലയിൽ നിൽക്കുന്നുള്ളത് കൊണ്ടായിരിക്കാം ഓക്കെ ഇത് നല്ലതാണല്ലോ, താങ്ക് യു എന്നെനിക്ക് ഇന്നത്തെ ദിവസം, അതായത് ഇന്നാണല്ലോ ഡേ 2. ഇന്നലെ പിന്നെ എനിക്ക് അത്ര ഉണ്ടായില്ല. ഇന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ. ഇന്ന് ഞാൻ പണിക്ക് നിൽക്കുമ്പോൾ റാൻഡമായിട്ട് അതും ഇതൊക്കെ നടക്കുമ്പോൾ കൊള്ളാം താങ്ക്സ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കുറച്ച്. ഇന്നലെ വിചാരിച്ചിട്ടില്ല ഇത്രയും. ഇന്നലെയും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാ. പക്ഷെ ഇന്ന് ഞാൻ എന്ത് കണ്ടാലും ഞാൻ അതിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞിരുന്നത് മൊത്തം ദിവസം. സോ അതൊരു നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഡേ 2 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. എല്ലാ പരിപാടിയും പോലെ തുടക്കത്തിൽ ആവശ്യമല്ല ഗൈസ്, ഇത് ശരിക്കും ഉള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ദിവസം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും പോസിറ്റീവ്. ഇപ്പം നമ്മൾ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ നല്ല തോട്ടോടെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോകും.
ആൻഡ് സെയിം തിങ്, നമ്മൾ നല്ല കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് ആലോചിച്ച് കിടക്കുമ്പോൾ നമ്മൾ രാത്രി കിടന്ന് ഓവർ തിങ്ക് ചെയ്ത് വൃത്തികേടാക്കി മണിക്കൂറോളം മാനത്തേക്ക് നോക്കി കിടന്ന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ആലോചിച്ച് ഓക്കെ ഗുഡ് നൈറ്റ്, വെട്ടിയിട്ട വാഴ പോലെ ഉറങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് മാജിക് റോക്ക്. ഇത് ഇനി മുതലുള്ള 26 ദിവസവും നമ്മൾ ചെയ്യേണ്ട സാധനമാണ്. നിങ്ങളുടെ ബെഡിൻ്റെ സൈഡിൽ വെക്കാൻ മറക്കാണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ സത്യം പറഞ്ഞ ഇന്നത്തെ പരിപാടി. കൂടുതലായിട്ടൊന്നുമില്ല പറയാനാണെങ്കിൽ. സെയിം പോയിൻ്റുകൾ ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ആലോചിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് നെഗറ്റീവ് ആലോചിക്കരുത്, സെയിം സാധനം തന്നെ പറയാനുണ്ടാവുള്ളൂ എനിക്ക് പറയാനാണെങ്കിൽ. സോ അതിൻ്റെ വീഡിയോയിലും പറഞ്ഞു, ഇന്നലത്തെ ഡേ 1 വീഡിയോയിലും പറഞ്ഞു. ഇന്നും അത് പറഞ്ഞാൽ അത് കുറച്ച് ടൂ മച്ച് ആയി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. ആൻഡ് നാളത്തേക്കുള്ള ആക്ടിവിറ്റി ഇന്ന് വായിച്ചിട്ട് കിടക്കണം എന്നവർ പറയുന്നുണ്ട്. സോ അത് വായിച്ചിട്ട് ഞാൻ ഇനി കിടക്കും. ഇതിപ്പോൾ രാത്രിത്തെ ആക്ടിവിറ്റി ആയിരുന്നതുകൊണ്ട് ഞാനും ഇത് ചെയ്യുന്നതിന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിനൊരു 5 മിനിറ്റ് മുന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ മാജിക്കൽ റോക്ക് പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ ആ ബാക്കി നാളത്തേക്ക് ചെയ്യാനുള്ള സാധനം വായിച്ചിട്ട് ഗുഡ് നൈറ്റ് ആവാം. അപ്പോൾ ഇനി ഡേ 3 ആയിട്ട് നാളെ കാണാം. ബൈ.